ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതിൻ്റെ റെസിപ്പിയാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. ആദ്യം പാൻ എടുത്ത് ചൂടാക്കിയിട്ട് അതിനകത്തോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിനുള്ള. പിന്നെ എണ്ണ ചൂടായി വരുമ്പോൾ കടുക് സാധാരണ പൊട്ടിക്കുന്ന പോലെ പൊട്ടിക്കാം. അപ്പോൾ ഈ കറിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും നമുക്ക്. ഇപ്പം ഇത് മാത്രം മതി ചോറുണ്ണാനായിട്ട് എന്നാണ് എൻ്റെ ഒരു ഇത് കേട്ടോ. ഇപ്പം നിങ്ങൾ റെഡിയാക്കി നോക്കിയിട്ട് നിങ്ങൾ അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ താഴെ വന്ന് പറയാം. അപ്പം അതിനുശേഷം നമുക്ക് കടുക് പൊട്ടി കഴിയുമ്പോൾ ഉലുവ ഒരു മൂന്നാല് മതി കേട്ടോ. ഉലുവ ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് വറ്റൽമുളകും കൂടി പൊട്ടിക്കുക അതിനകത്തോട്ട് ഇട്ടിട്ട്, പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറിവേപ്പില ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇതിൻ്റെ മെയിൻ ഐറ്റംസ്. അപ്പോൾ ഇതന്നെ ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടണത് ഇത് തന്നെയാണ്. അപ്പോൾ പൊട്ടിത്തെറിക്കുന്നുണ്ട് കേട്ടോ, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. നിങ്ങളപ്പോൾ സൂക്ഷിച്ചൊക്കെ ചെയ്യുക. അപ്പം ഇതിന് ശേഷം നമ്മൾ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 2-3 അല്ലി വെളുത്തുള്ളിയും കൂടി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സോറി, നിങ്ങൾ ക്ഷമിക്കണം, തെറ്റുകളൊക്കെ ഉണ്ടാവും. നമ്മൾ വലിയ എക്സ്പേർട്ടൊന്നുമല്ല, നിങ്ങൾ ഓർക്കണം. അതിനുശേഷം നമ്മളിത് നന്നായിട്ട് മുരിച്ചെടുക്കുക. നല്ലപോലെ ഒരു ബ്രൗണിഷ് കളറാവണ വരെ മുരിച്ചെടുക്കുക. ഇതിൻ്റെ ഒപ്പം തന്നെ ഇതൊന്ന് വറുത്ത് കഴിയുമ്പോൾ നമ്മളൊരു ചെറിയ സവോളയോ അല്ലെങ്കിൽ കുഞ്ഞേ ഉള്ളിയാണെങ്കിൽ ബെറ്റർ. നമുക്കിവിടെ കുഞ്ഞുള്ളി കിട്ടാനില്ല. ചെറിയ സവോളയോ അല്ലെങ്കിൽ കുഞ്ഞേ ഉള്ളിയോ ചെറുതാക്കി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ബ്രൗൺ കളറാവണ വരെ നിങ്ങൾ വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ വീട്ടിൽ പെട്ടെന്ന് ഒന്നുമില്ല അല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കണം, ചോറ് കഴിക്കണം എന്നൊക്കെ തോന്നുമ്പോൾ പിള്ളേർക്കാണെങ്കിൽ റെഡിയാക്കി കൊടുക്കുക. അതൊരു മോരോ തൈരോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ എടുക്കുന്ന തൈരാണ് കേട്ടോ, കട്ടി തൈരാണ് എടുക്കുന്നത്. എനിക്കിത് ഭയങ്കരമായിട്ട് പേഴ്സണലി ഇഷ്ടമായിട്ടുണ്ട്. അപ്പം നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പം എത്രയൊക്കെ കറി ഉണ്ടാക്കി എത്രയൊക്കെ നമ്മൾ വീഡിയോ കണ്ടാലും നമ്മൾ ഓരോരുത്തരുടെ ചിലപ്പോൾ വേറെ ഏതെങ്കിലും വീഡിയോ കണ്ടിട്ടായിരിക്കും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ പോകുന്നത് അല്ലേ. ഞാൻ എൻ്റെ പേഴ്സണലി പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ എന്തെങ്കിലും യൂട്യൂബിൽ സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് വീഡിയോസ് കാണും. അതിപ്പോൾ പഴയതാണോ പുതിയതാണോ നോക്കില്ല. അവരെങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ ചെറിയ ടിപ്സൊക്കെ പറയുണ്ടാവും. അതൊക്കെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതൊക്കെ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇടുന്നത്. അത്ര എക്സ്പേർട്ട് എല്ലാത്തവർക്ക് പോലും ഇതൊക്കെ ചെയ്ത് നമുക്ക് നമ്മുടെ പരീക്ഷണങ്ങൾ സക്സസ് ആക്കാൻ പറ്റും. അപ്പോൾ ഇത് കണ്ടില്ലേ, ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ ഇനി വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അതിനകത്തോട്ട് നമ്മൾ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, ഒരു നുള്ള് മുളക് പൊടി ഇട്ട് കൊടുക്കുക. അത് അത്യാവശ്യം മതി, കുറേയൊന്നും വേണ്ട, ഒരു നുള്ളായിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഒരു 1/4 ടീസ്പൂണോ 1/2 ടീസ്പൂണൊക്കെ ആയിട്ട് മതി. ഇട്ട് കൊടുത്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാമെന്ന് പറയും നമ്മൾ കേട്ടോ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണയിലിട്ട് ഈ പൊടികളെല്ലാം ചെറിയ ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ വറുത്തെടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്, മനസ്സിലായ. അപ്പം നമ്മൾ ഇപ്പം എല്ലാവരും എന്താ ചെയ്യുന്നത്, മുളക് പൊടി ഇതിട്ടുണ്ട് പെട്ടെന്ന് ഇണക്കിയിട്ട് അങ്ങനെ അങ്ങ് എല്ലാം കൊണ്ട് ഇട്ട് കൊടുക്കും, അതാണ് ചെയ്യാറ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. നല്ലപോലെ ആ ഒരു ലോ ഫ്ലെയിമിൽ കിടന്ന് ആ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി അതിൽ നിന്ന് തന്നെ ഒരു നല്ല സ്മെല്ല് വരാൻ തുടങ്ങും. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവേണ്ടത് നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർക്കാറായി എന്നുള്ളത്. ഇതിന് ശേഷം നമ്മളിനി ഇതെല്ലാം വഴണ്ട് ആ ഒരു സ്മെല്ല് വന്ന് കഴിയുമ്പോൾ നമുക്കിനി ഇതിനകത്തോട്ട് ഒരു ചെറിയ പീസ് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുക, ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അതും കൂടി ഒന്ന് വഴറ്റി കൊടുക്കുക. വലിയ വെള്ളം ഒഴിച്ച് വഴറ്റണം അങ്ങനെയൊന്നുമില്ല, അത് അതിൽ തന്നെ കിടന്ന് വഴണ്ടോളും. ആ വഴണ്ട് വരുമ്പോൾ ഇനി നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി ഞാനിവിടെ എടുത്തിരിക്കുന്ന 1 കപ്പ് തൈരാണ്, നല്ല കട്ടി തൈരാണ്. അതിനകത്തോട്ട് ഞാൻ അധികം ഉപ്പൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഉപ്പ് ചേർക്കാതെയാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. ഇപ്പോഴും ഞാൻ ഇതുവരെ ഉപ്പ് ഇട്ടിട്ടില്ല. ഈ തൈര് ഒഴിച്ചതിന് ശേഷം നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ആ തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യുക. തീ ഇനി വേണ്ട. ഇനിയിപ്പോൾ നമ്മൾക്ക് എന്താണെങ്കിലും അടുപ്പാണെങ്കിലും എന്താണെങ്കിലും ഇനി ആ ചട്ടിയുടെ ഒരു ചൂട് കൊണ്ടുള്ള കറി റെഡി ആയിക്കോളും. ആ തീ അങ്ങ് ഓഫ് ചെയ്തതിന് ശേഷം തൈര് ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ ഇളക്കി അപ്പം കറി റെഡിയായി. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ് കറി എന്ന് പറയണത്, പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും. അപ്പം ഇത് നിങ്ങൾ റെഡിയാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാവും എത്രത്തോളം ഇതുണ്ടെന്നും. ഒരു മോരുകറി പോലെ തന്നെയാണ് ഈ സംഭവം, പക്ഷേ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയുള്ള വീഡിയോ, ബൈ.